തുകയൊക്കെ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്റ്റാൻഡേർഡും വില നിലവാരം അനുസരിച്ച്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും സുരക്ഷാ പദ്ധതി സഹായ വിതരണവും നടന്നു. ആലപ്പുഴ കയർക്രാഫ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകൾക്കും തൊഴിലാളികൾക്കുമായി ആവിഷ്കരിച്ച KHRA സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്ന കുടുംബങ്ങൾക്കുള്ള സഹായ വിതരണവും നടന്നു. ജില്ലാ പ്രസിഡന്റ് മനാഫ് എസ് കുബാബ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രസാദ് ആനന്ദഭവൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. നാസർ ബി താഫ്, സമദ് ഹരിഹരൻ, AE നവാസ്, രാജേഷ് പടിപുര, മുഹമ്മദ് കോയ, വി മുരളീധരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി ജില്ലയിലെ പ്രമുഖ വ്യാപാരികളെ ആദരിക്കുകയും ചെയ്തു. അംഗങ്ങളായിക്കൊണ്ട് കഴിയുന്നത്ര നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് ഞാനിവിടെ പ്രത്യേകത്തോട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാന സമ്മേളനത്തെ പറ്റിയൂടെ സൂചിപ്പിച്ചു. ഏതൊരു സംസ്ഥാന സ്ഥാപനത്തിലെ വിൽപ്പന അല്ലെങ്കിൽ ബിസിനസ് കൂടുകയും തീർച്ചയായിട്ടും എല്ലാവരും ഇത് നമ്മുടെ പദ്ധതി. ചെറുകിട ഇടത്തരം ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടിയൊക്കെയാണ് ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസം അത്താണിയായ അതിന്റെ ഗ്രഹനാഥൻ മരണപ്പെടുമ്പോൾ പകച്ചു നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുടുംബം, നമുക്കറിയാം ഏതൊരു കുടുംബത്തിനും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം നഷ്ടപ്പെട്ടത് വലിയ നഷ്ടം തന്നെയാണെങ്കിൽ പോലും സാമ്പത്തികത്തിന്റെ പ്രശ്നം വലിയൊരു പരാധീനതയാണ്. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഫണ്ടില്ല, അതുപോലെ തന്നെ പിന്നീട് എങ്ങനെ കുടുംബം നടത്തും, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഒരു കുടുംബത്തെ ബാധിക്കുമ്പോൾ അത് വിശദമായിട്ട് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് ഏതാണ്ട് ഒരു വർഷം ചർച്ച ചെയ്തതിന് ശേഷമാണ് ഏതൊരു അംഗം മരണപ്പെടുമ്പോഴും 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ അവിടെ കുറച്ചുകൂടി വിശാലമായിട്ട് കണ്ടു. മറ്റുള്ള പല വ്യാപാര സംഘടനകളും അത് നമ്മളിലേക്ക് മാത്രമായിട്ട് ഒതുക്കിയപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളെയും കൂടി അതിൽ പങ്കാളിയാക്കിക്കൊണ്ട് അതിന് വിശാലമായിട്ടുള്ള ഒരു മാനം കൊടുക്കുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ നമ്മുടെ അംഗങ്ങൾ ഏറ്റെടുത്തു എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ആലപ്പുഴയിലും കോട്ടയത്തുമെല്ലാം ഒരു പരിധി വരെ അത് വിജയിച്ചെങ്കിൽ പോലും സംസ്ഥാനത്തുടനീളം നമ്മുടെ പല അംഗങ്ങളുടെ ഒരു എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാൻ മരിക്കില്ല എന്നൊരു തോന്നലാണ് പലർക്കും. പലയിടത്തും മീറ്റിങ്ങിന് മുമ്പ് ചോദിക്കും, എനിക്ക് 30 വയസ്സായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 40 വയസ്സായിട്ടുള്ളൂ, ഞാൻ 10, 30, 35 വർഷം ഇത് അടയ്ക്കണ്ടേ. പക്ഷെ ഇന്ന് മരണപ്പെട്ട പല അംഗങ്ങളുടെയും വയസ്സിന്റെ ഒരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 40